VT ഫുഡ് ആൻഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അഡീനിയം പ്രൂൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ മുട്ടൊക്കെ പിന്നെയും വരുന്നുണ്ട്. അന്നേരം ഓരോ പ്രാവശ്യം പ്രൂൺ ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ വരുന്നത് കാരണം പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കും. ഇനിയിപ്പം നമുക്ക് ചെയ്യാം, കാരണം വെയിൽ സമയമില്ലയോ. അപ്പോൾ ഇതിനകത്ത് ഫംഗസോ അതും ഇതൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ സമയത്തായിരിക്കും നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റിയ സമയം. അപ്പോൾ ഈ പ്രൂൺ ചെയ്യുന്ന സാധനവും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഈ മുറിക്കുന്ന ഭാഗത്തുനിന്ന് വീണ്ടും ശിഖരങ്ങൾ പൊട്ടും. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു വിഷമം തോന്നും, ഇതിനകത്തൊന്നും പൂവില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടുള്ളൊരു വിഷമം വരും. പക്ഷേ പെട്ടെന്ന് തന്നെ ഇതിന് മുളയൊക്കെ വന്നോളും. അപ്പോൾ ഈ ഭാഗവും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് വരുന്ന ഈ കറ ഉണ്ടല്ലോ, ഈ കറ നമുക്കൊരു തുണി വെച്ചിട്ട് നമുക്ക് ഇതെന്താ സാധനമെന്നറിയാമോ? നമ്മൾ ചെടി വളർത്തുന്ന എല്ലാവരുടെയും കയ്യിലിരിക്കേണ്ടുന്ന ഒരു സാധനമാണ് ഫംഗിസോയിഡ്. കാരണം ഇതുപോലുള്ളത് ഓർക്കിഡ് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിൻ്റെ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കാലാവസ്ഥ അനുസരിച്ചിട്ട് മഴ സമയമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5-2 ആഴ്ച കൂടുമ്പോൾ ശകലം വെള്ളത്തിൽ കലർത്തി നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടുന്നതാണ്. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ സാധനം ഇതിൻ്റെ മേളിലോട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫംഗസോ ഒന്നും ഉണ്ടാവത്തില്ല. ഇതുപോലെ ഇരുന്നോളും. ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെഴുകുതിരി ഉണ്ടല്ലോ, മെഴുകുതിരി കത്തിച്ചിട്ട് അത് ഉരുക്കി ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷേ ഞാനത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഈ ഫംഗിസോയിഡ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 വശമുള്ള ഈ മണ്ണ് കുറച്ച് നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ വേരിനൊന്നും പറ്റാതെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തിട്ട് ഇനി നമുക്ക് വളം കൊടുക്കാം. വളമെന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ 4 വശവും ചേർത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണുണ്ടല്ലോ അതിൻ്റെ പുറത്തോട്ടങ്ങ് നിരത്തി ഇട്ട് കൊടുക്കണം. പിന്നീട് നമുക്ക് മണ്ണ് കുറഞ്ഞു വരുന്ന സമയത്ത് വീണ്ടും കുറച്ച് മണ്ണും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കൂടുതലും ഇതുപോലുള്ള വളം അധികമൊന്നും എപ്പോഴും ഇട്ട് കൊടുക്കാറില്ല. ഞാനാണെങ്കിൽ നമ്മൾ ഒഴിച്ചു വെക്കുന്ന വളമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പച്ച ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടെ വെള്ളത്തിനകത്ത് കപ്പലണ്ടി പിണ്ണാക്കും ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഇലയും കൂടെ, മുരിങ്ങയിലെങ്കിൽ മുരിങ്ങയില, ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ അതിൻ്റെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആ ഇലയുടെ പേര് കിട്ടുന്നുമില്ല, അതുകൂടെ അതിനകത്ത് ഇട്ട് ഒരു 7-8 ദിവസം ആകുമ്പോഴത്തേന് അതങ്ങ് പുളിക്കും. അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ 10 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ലായനിയാക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഏറ്റവും നല്ല വളമാണ് അത് കേട്ടോ. നമ്മളല്ലാതെ ഇതേമാതിരി വളം ഇടണമെന്നൊന്നുമില്ല. ഇതിപ്പം ഞാനിത് പ്രൂൺ ചെയ്തതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് ഇതിനിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പം നോക്കിക്കേ, നമ്മളിങ്ങനെ ഇട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ മണ്ണും നീക്കി അങ്ങിടും. ഇപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ എനിക്കിനി കുറച്ച് മണ്ണും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പട്ടികളുടെ ശല്യമൊക്കെ ഉണ്ടേ, അപ്പോൾ അതൊക്കെ വന്ന് ഇത് മണത്ത് എടുത്ത് കളയും. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിയും. എന്നിട്ട് ഇതിനെ നമ്മൾ ഇപ്പം വെയിലത്ത് വെക്കരുത്. ഒരു 4-5 ദിവസമെങ്കിലും ഇതിനെ നമ്മൾ തണലത്തോട്ട് വെക്കണം.
തണലത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ ഇതിനെ പെതുക്കെ വെയിലത്തോട്ട് വെക്കാവുള്ളൂ. കാരണം ഇതിനങ്ങ് ഒരു ക്ഷീണമാവുക. ഇതിൻ്റെ മണ്ടയെല്ലാം നമ്മൾ മുറിച്ച് കഴിയുമ്പോഴത്തേന് ഇതിനൊരു ക്ഷീണമാവും. അപ്പോൾ ഇനി ഇതിനെ എടുത്ത് നമുക്ക് തണലത്തോട്ട് വെക്കാം.